ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അച്ചായനാണെങ്കിൽ സേനനെ കൂട്ടിയിട്ട് വരാൻ പറയുന്നു. മകനും മരുമകനും ഒരുമിച്ച് കൂട്ടിയിട്ട് വരാനെന്ന് പറയുന്നു. അതിനുശേഷം സേനനെ കൂട്ടി മണ്ഡപത്തിലേക്ക് വരികയായിരുന്നു. അവിടെ രൂപയും ഉണ്ടായിരുന്നു. കിരൺ സ്റ്റേജിലേക്ക് വന്നിട്ട് മൈക്കിൽ കൂടെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നെങ്കിൽ വൈറലായിരുന്നേനെ, പക്ഷെ ഇപ്പൊ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കൂടിയുണ്ട്. സോണിക്കാണെങ്കിൽ വിവാഹം നടക്കാൻ പോവുകയാണ്. നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നു. അതിനുശേഷമാണെങ്കിൽ ആൽബി അവിടേക്ക് വിളിക്കുന്നുണ്ട്. ആൽബിയും സംസാരിക്കുന്നുണ്ട്. ഈ കുടുംബത്തിലെ ഒരു അംഗമാകാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അച്ഛൻ ചെറുക്കനും പെണ്ണും മണ്ഡപത്തിലേക്ക് വരാൻ പറയുന്നു. വിവാഹം ഉടനെ തന്നെ നടത്തണമെന്നൊക്കെ. അതിനുശേഷം ആ ഹോട്ടലിലേക്ക് രാഹുൽ വരുന്നു. രാഹുൽ ആണെങ്കിൽ റൂമിൽ പോയി ചന്തു ഗുണ്ടയെ കാണുന്നുണ്ട്. ചന്തുവിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നീക്കിയ പൈസയൊക്കെ തരാമെന്ന് പറയുന്നുണ്ട്, പറഞ്ഞ തുക തരാമെന്നൊക്കെ പറയുന്നു. ചന്തു അപ്പോൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരുന്നുവെന്ന്. രാഹുൽ അപ്പോൾ അതിശയത്തോടെ ചോദിക്കുകയാണ്, ഇവിടെ വെച്ചോ എന്ന്. ചന്തു അപ്പോൾ പറയാണ്, ഇവിടെ വെച്ച് തന്നെയാണ് കണ്ടതെന്ന്. രാഹുൽ അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇനി റിസോർട്ടിൽ എങ്ങാനും വന്നതാണോ എന്നൊക്കെ. അതിനുശേഷം രാഹുൽ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. ചന്തു അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ബോസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഞാൻ ചെയ്തോളാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം രാഹുൽ റിസപ്ഷനിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ടാണെങ്കിൽ റിസപ്ഷനിസ്റ്റുകളോട് ചോദിക്കുന്നുണ്ട്, കല്യാണി എന്ന പെൺകുട്ടി വന്നിട്ടുണ്ടോ എന്നൊക്കെ. അതിനുശേഷം ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരാൾ വന്നില്ല എന്നൊക്കെ പറയുന്നു. രാഹുൽ ഇപ്പോൾ പറയുന്നുണ്ട്, ക്യാമറയിൽ ഒന്ന് നോക്കുമോ എന്നൊക്കെ. റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം രാഹുൽ അവിടെ നിന്ന് പോവുകയാണ്. രാഹുൽ പോയതിനു ശേഷം റിസപ്ഷനിസ്റ്റുകൾ രണ്ടുപേരും പറയുന്നുണ്ട്, സേനൻ സാറ് നമ്മളോട് രഹസ്യമായിട്ട് കാര്യങ്ങൾ നീക്കണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ആരോടും ഒരു കാര്യവും പറയരുതെന്നൊക്കെ പറയുന്നു. അതേസമയം രാഹുൽ ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സെക്യൂരിറ്റിയെ കാണുന്നുണ്ട്. സെക്യൂരിറ്റിയോട് പോയി ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന്. സെക്യൂരിറ്റി അപ്പോൾ പറയുന്നുണ്ട്, പെൺകുട്ടിയെ കണ്ട ഓർമ്മയൊന്നുമില്ല, പക്ഷെ ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൽ ആരൊക്കെ വന്നു പോകുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല, ഒരു രഹസ്യ വിവാഹമാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ രാഹുലിനാണെങ്കിൽ വീണ്ടും സംശയം തോന്നുന്നു. രാഹുൽ അപ്പോൾ വിചാരിക്കാണ്, മുകളിലേക്ക് കയറി ഒന്ന് പോയി നോക്കിയാലോ എന്ന്. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു. അതേസമയം സേനനും രൂപയും മണ്ഡപത്തിൽ ഒരുമിച്ചിരിക്കുന്നു. കൊട്ടും ബഹളമൊക്കെ തുടങ്ങി. താലികെട്ട് നടക്കാൻ പോവുകയാണ്. ആ സമയത്താണ് രാഹുൽ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണെങ്കിൽ രാഹുലിന്റെ മുഖം മൂടുന്നു. അതിനുശേഷം രാഹുലിനെ കുതിരെ തല്ലുകയാണ്. തല്ലുന്നത് ചന്തുവാണ്. ചന്തു അടിച്ചതിന് ശേഷം രാഹുലിനെ താഴെ ഇടുന്നു. അതിനുശേഷം ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഓർക്കുകയാണ്. ചന്തു ഹോട്ടലിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ സേനൻ അതുവഴി വരുന്നു. സേനനെ കാണുമ്പോൾ ചന്തു ചോദിക്കുന്നുണ്ട്, സാറിന് എന്നെ മനസ്സിലായോ എന്ന്. സേനൻ അപ്പോൾ പറയുന്നു, ചന്തുവല്ലേ അമേരിക്കയിലാണെങ്കിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജയിലിൽ പോയതല്ലേ, അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നതല്ലേ, ഇപ്പൊ എന്തെങ്കിലും തരികിട പരിപാടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ചന്തു പറയുന്നുണ്ട്, ഇപ്പൊ ചെറിയ ചെറിയ കൊട്ടേഷൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ആ സമയത്ത് അവിടേക്കാണെങ്കിൽ കല്യാണിയും അതുപോലെ സോണിയും വരുന്നുണ്ട്. രണ്ടുപേരെയും ആണെങ്കിൽ സേനൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചന്തുവിനാണെങ്കിൽ കല്യാണിയെ കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. കല്യാണി മരുമകളാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കല്യാണി സോണിയും ആണെങ്കിൽ മുഹൂർത്ത സമയം മാച്ചിൽ പെട്ടെന്ന് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സേനനോട് ചന്തു അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വിവാഹം എന്നൊക്കെ പറഞ്ഞത്, ആരുടെ വിവാഹമാണെന്നൊക്കെ. സേനൻ അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ വിവാഹമാണ്, എൻ്റെ ഭാര്യ രൂപയുമായിട്ടാണ്, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. സേനൻ ചോദിക്കുന്നുണ്ട്, ആരുടെ കൊട്ടേഷൻ പ്രകാരമാണ് ഇവിടെ വന്നതെന്നൊക്കെ. ഫ്ലാഷ് ബാക്കിന് ശേഷം ചന്തു രാഹുലിന്റെ അടുത്ത് നിൽക്കുന്നത് കാണിക്കുന്നു. ചന്തു സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ സേനൻ സാറിനെ ദ്രോഹിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ. പെട്ടെന്ന് തന്നെ വേറെ കുറെ ഗുണ്ടകൾ വരുന്നുണ്ട്. ചന്തു അപ്പോൾ പറയുന്നുണ്ട്, ഇവനെ എടുത്തുകൊണ്ട് പൊക്കോളാൻ, തൽക്കാലമാണെങ്കിൽ ഇവനെ കൊല്ലുന്നില്ല, സേനൻ സാറ് പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്